റോഡ് ഉപരോധിക്കും. എലപ്പുള്ളി ഇരട്ടക്കുളം ടു ഗോപാലപുരം വരെയുള്ള റോഡ് കുഴിയും കൊണ്ടും കാരണം 13 ജീവനുകൾ പൊലിഞ്ഞു. 13 ജീവനുകൾ കുട്ടിയും വലിയവരും വയസ്സായവരുമായിട്ട് 13 ജീവനുകൾ പോയി. അതിൻ്റെ പേരിൽ റോഡ് ഉപരോധിക്കുകയാണ്. ഒന്നുകൂടി പറയും. ആ പറയാനുള്ള ഒന്നുകൂടി പറഞ്ഞോ. ഇത് 1-2 തവണയല്ല ഇവിടെ ആക്സിഡന്റ് ആണ്. മൊത്തം 13 ജീവനാ പോയിരിക്കുന്നത്. ഇത്രയും പോയിട്ടും അതിനെ കൊണ്ട് പോയി പരാതി പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും കല്ലും തട്ടി നേരത്തെങ്ങാണ്ട് അതിനെ പാച്ച് വർക്ക് മാത്രം ചെയ്തുകൊണ്ട് പോകും. ഇത് ഒരു 4 ടിപ്പർ 10 ടിപ്പറിന്റെ ഉള്ളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും കാര്യം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും സംഭവം നടക്കുന്നത്. ഇതിൽ നിന്ന് PW ഡിപ്പാർട്ട്മെന്റ്, RTO ഡിപ്പാർട്ട്മെന്റ്, കലക്ടർ എല്ലാവരും കൂടെ വന്ന് ഇത് ഇത്ര ദിവസം കൊണ്ട് ഈ റോഡ് പൊളിച്ച് വീണ്ടും നേരാക്കി പറയണ വരെ ഞങ്ങൾ ഇവിടെ കാരണം ഇത് വന്ന് ദേശീയപാതയാണ്. പൊള്ളാച്ചി പാലക്കാട് ദേശീയപാതയാണ്. ഇരട്ടക്കുളം തൊട്ട് ഗോപാലപുരം വരെ റോഡ് കംപ്ലീറ്റ് മോശമാണ്. പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത് അപ്പുറത്തേക്ക് റോഡ് വൃത്തിയാണ്. ഇവിടെ വന്ന് പഞ്ചായത്ത് മാറി പറയും. ഇത് കാരണമാണ് ഇവിടെ ആക്സിഡന്റ് ആവുന്നത്. അന്ന് കരുവപ്പാറയിൽ ആക്സിഡന്റ് ആയി പോയി. അതേപോലെ ശരം ബസ് സ്കൂളിന് അവിടെ അടിച്ചു. അത് ശരിക്കും KSRTCക്കാരുടെ വരവ് കാരണമാണ്. കാരണം എന്ത്, അവിടെ മൊത്തം കുഴിയാണ്. വണ്ടിക്ക് റൈറ്റ് കയറി ഇപ്പൊ കൊണ്ട് ശരം ബസ്സിൽ വിട്ടു. അന്ന് കംപ്ലീറ്റ് ആക്സിഡന്റ് ആയ ഇപ്പൊ ഇന്നലെ ഇതും സംഭവിച്ചു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ബസ്സുകാർ ചെറുതായിട്ടൊന്ന് കാല് കൊടുത്ത് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നാട്ടുകാർ തടയും ചെയ്യും. എന്തായാലും തടയും. കാരണം ഇവിടെ ഇന്ന് നേരത്തെയൊക്കെ വെറും 7 മിനിറ്റ് 8 മിനിറ്റ് കൊണ്ട് ഓടിയ വണ്ടി ഇപ്പോൾ ഇരട്ടക്കുളത്ത് കൊഴിഞ്ഞാമ്പറയ്ക്ക് 12 മിനിറ്റ് 13 മിനിറ്റ് ഓടിക്കുന്നത് ജനങ്ങൾക്കറിയോ, RTO ഓഫീസുകാർക്ക് അറിയോ? അതിലിവിടെ വന്ന് ഇതിനുള്ള തീരുമാനം കാണുന്നവർക്ക് ഞങ്ങളിവിടെ ആരും അനങ്ങില്ല. ഇവിടെ തന്നെ അതിപ്പോ ഒരു വർഷത്തിനുള്ളിൽ എത്ര ആക്സിഡന്റ് ആയി, എത്ര പേര് മരിച്ച് എന്ന് പറയാൻ പറ്റുമോ? 17 ആള് ഒരു വർഷത്തിനുള്ളിൽ. ആൾക്കാര് കയ്യക്കാർ പൊട്ടിയത് നിറയെ ആൾക്കാരുണ്ട്. ഇന്ന് ചെയ്യാം നാളെ ചെയ്യാൻ പറയുന്നത് വന്ന് പോവുക, ഒപ്പ് വയ്ക്കുക, എന്നിട്ട് അത് ചെയ്ത് ഇങ്ങോട്ട് റോഡ് അടിക്കാൻ ഈ പഞ്ചറോട്ടിലെ പരിപാടി വേണ്ട. അത് വേണ്ട. അവർക്ക് വണ്ടി കപ്പലിന് വന്നാലേ അവർക്ക് മുഴുകാൻ കഴിയുള്ളൂ. തോണി വന്നാൽ മുഴുകാൻ കഴിക്കില്ല. അത് മീൻ വിങ്ങിയ പോലെയാണ്. അപ്പൊ അതാണ് അവർ ഈ റോഡിന് അംഗീകരിക്കാത്തതും കോൺട്രാക്ടർ എടുക്കാത്തതും. ഞങ്ങളിപ്പോൾ തൊഴിലാളികൾക്ക് ഇവിടെ സർക്കാർ തരട്ടെ, മെഷീൻ, ടാറ്, മണ്ണ്, മെറ്റ് ഒരാൾക്ക് കൊള്ളാർക്ക് കൂലി ചെലവ് കൊടുക്കട്ടെ, ഞങ്ങൾ ചെയ്യാം. ഇത് കോൺട്രാക്ടറിനെ ഏൽപ്പിച്ച് അവർക്ക് 2 കോടി കൊടുത്ത് അവൻ 1.5 കോടി മുഴുങ്ങി ഈ മോഹൻലാൽ വരപ്പ് സിനിമയിൽ പോലെ ഒപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ലോറി കയറി ആ ടാറ് ലോറിക്ക് പിന്നാലെ പോയി. ആ ടാറോട് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് പഞ്ചായത്ത് വെച്ച് ഏറ്റവും കുറച്ച് റോഡ് അവിടെ തന്നെ കിടക്കാൻ പോയി. ഇതാണ് റോഡിലാക്കുന്നത്. അത് ശരിയല്ലല്ലോ. പാവ വ്യക്തി, ഇന്നലെ മരിച്ച വ്യക്തി എന്ത് ഉദ്ദേശിച്ചിട്ടാണോ വീട്ടിൽ പോകണം കണക്കൂട്ടിയിട്ടുണ്ടാവും. അത് ആലോചിച്ച് നോക്കി. ആ വീട്ടിൽ പെടുത്ത ഫോൺ എന്താ എത്തുക, അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോ അച്ഛനില്ല, പൊറുക്കാനടക്കം കിട്ടാൻ കഴിയില്ല. ആ വ്യക്തി വരുന്ന ലോറിക്കാരനും കുറ്റം പറയാനില്ല. അവൻ ആ ചവിട്ട ആ വണ്ടി വലിച്ച വലി ഒരു സെക്കൻഡ് നേരപ്പെട്ട് ആ വണ്ടി അച്ചറ്റായിട്ടുണ്ടാവും. കാരണം കുഴിയായി. കാരണം എങ്ങനെ ഏത് കുഴിയിലെ വെച്ച് വണ്ടി വർക്ക് സമാനത്ത് കൊണ്ട് ഓട്ടുക? എല്ലാ കുഴിച്ചും വെട്ടി ഓട്ടണ്ടേ? പിന്നെ വാങ്ങി അറിയോ? ഇപ്പൊ വീഴൊന്നുള്ള അഡ്വാൻസ് ആയിട്ട് തട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതൊക്കെയാണ് ഉണ്ടായിരുന്ന സംഭവം. ആക്സിഡന്റ് ആവും, ലോറി ഇടിക്കുന്നുള്ള ആർക്കും അറിയില്ല, ബസ് ഇടിക്കുന്ന അറിയില്ല. ഇതൊക്കെ ഒരു അത്യാവശ്യം കരുതാണ്. ഓർക്കപ്പുറത്ത് വരുന്ന ആക്സിഡന്റ് സംഭവം. കാരണം കുഴിയായിരുന്നു. വലിയ ദുരിതമാണ്. എറ്റക്കുളം റോഡ്, ഗോപാലപുരം ടു എറ്റക്കുളം വരേക്കുള്ള റോഡ് ദുരന്തമാണ്. നമുക്ക് വാഹനങ്ങൾക്ക് ഓട്ടാൻ കഴിയില്ല. വാഹനത്തെ പറ്റി കുറ്റം കൂടിയിട്ട് കുറ്റമട്ടില്ല. വരുന്നു, അവർ കട്ട് ചെയ്യുന്നു, വാഹനം ഓർക്കപ്പുറത്ത് ചവിട്ടുന്നു, ഇടിക്കുന്നു, മരിക്കുന്നു, പെരുക്കാവുന്നു, മരിക്കപ്പെടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ആ സാഹചര്യമാണ്. ഈ റോഡ് വൃത്തിയാക്കി തരണം. അത് തന്നെ പറ്റും. അതല്ലെങ്കിൽ അതിന് നടപടി
ഞങ്ങൾ ഇനി സമരം മുന്നോട്ട് നീങ്ങിപ്പോകാൻ തയ്യാറാണ്. അയാൾ വീട്ടിൽ പേര് പറഞ്ഞിട്ട് നമ്മ അതിന് മുട്ടണ്ട പറഞ്ഞ് കുയിലിറക്കും നമ്മണ്ടേ നമ്മുടെ